ഞങ്ങൾ നയനാൻസ് കമ്പനിന്ന് വരിക ഈ വണ്ടി പിടിച്ചോണ്ട് പോവാൻ. പലതവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാ, IACC അനിശ്ചയത്തെ നേതാവാ. IACC അല്ല, വണ്ടിയുടെ CC അടയ്ക്കേണ്ട കാര്യ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടി ചർച്ച ചെയ്യേണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണം. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തില് കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോകൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്ക. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതറൂട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാല മുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് CC-കാരുടെ അടവ് നയം സാറിനെ അറിയിക്കേണ്ടി വരും. ജോയിന്റ് സെക്രട്ടറി അന്ന് നോക്കൊന്നുമില്ല, അടിച്ച് ജോയിന്റ് ഇളക്കി കളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയർ കുത്തിപ്പൊട്ടിച്ച പഴക്കുള്ളൂ. എനിക്ക് വയറ് കുത്തിപ്പൊട്ടിച്ച തഴക്കം. പൊട്ടലുവാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും ആണിയാ. വേണ്ട വേണ്ട. XMLA KK മത്തായുടെ വണ്ടിയുടെ താക്കോൽ. MD കാണണമെന്ന് പറഞ്ഞ് കുറച്ചേറെ വെയിറ്റ് ചെയ്യുന്നു. വരണം. ഈ കസേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. 99 ഫൈനാൻസേഴ്സ് ബാധ്യത അടക്കം ഞാനിങ് ഏറ്റെടുത്തു. ഒപ്പം നിന്നെയും. അങ്ങനെ ഒരു കരാർ നീ ഒപ്പിട്ടിട്ടുണ്ടേ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികബലത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി, നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ ഘട്ടകമാ. അടങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കിയ തന്ത പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനിയെങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും കേട്ടാ. ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് വേണ്ട സാർ. മൂസാക്ക് വിവരം അറിയിക്കട്ടെ? അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതിയില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആരോ മനഃപൂർവ്വം ചതിക്കാൻ വന്നതാ. ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാള് കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം.
അടിച്ചവനെ തിരിച്ചടിക്കണം. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിട്ടില്ല. നമസ്കാരം. 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 എന്താ വൈകിയത്? നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറയുന്നു ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ വരില്ലേ? വരും. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയാം.
ജോസേന്റെ പേരക്കുട്ടിയുടെ പിറന്നാളിന് ഞാനില്ലാതെ എന്താഘോഷം? വിളിക്കാത്ത പാട്ടിൽ നിനക്കെന്താണ് കാര്യം? മാന്യന്മാർ ഒത്തുപിടിക്കുന്നിടത്ത് ഒരു സീൻ ഉണ്ടാക്കാനാണ് ഭാവെങ്കിൽ വന്ന കോടതിയിലായിരിക്കില്ല തിരിച്ചു പോകുന്നത്. കോളേജ് പിള്ളേരുടെ കൂടെ സ്റ്റാർ ഹോട്ടലിൽ പോയി അന്തിക്ക് 2 ലാർജ് അടിച്ച് മഴ നൃത്തം ആഘോഷിക്കുന്ന നിന്റെ ഈ ഭാര്യയുടെ സ്റ്റാറ്റസിൽ അഭിമാനം കൊള്ളുന്ന നീയാണോ മാന്യൻ? ജോസേന്റെ കുഞ്ഞുമോളെ പിറന്നാൾ കൊഴിപ്പിക്കാൻ ഞാനൊരു കിൻഡില് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കണ ജോസേനൊരു സമ്മാനം. നോ നോ അപ്പന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഞാൻ ഐസക് ജോൺ, ജോസേട്ടന്റെ മോനാ. ഉശിരുള്ള ആമ്പിള്ളേരുള്ളപ്പോ കളി നേർക്ക് നേരെ, അതാണ് ആണത്വം. ഇത് നിന്നെ പോലെ ജിമ്മി പോയിട്ട് ഇരുമ്പ് പൊക്കി ഉണ്ടാക്കിയ ശരീരമല്ല, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ ശരീര. ഇത് വെച്ചൊരു അലക്കാലക്കാണ്ടല്ല, അപ്പനെ കയറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ കളസ അപ്പ കീറും. നാട്ടുമ്പുറത്ത് ഊച്ചാലയോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയില്ല നിനക്കെന്നെ. അറിയടാ, നന്നായിട്ടറിയാം. നിന്റെ അപ്പം പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി പോയ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ അടുത്ത ഇര നീയാണെന്ന്. മോനെ ഐസ് ഫ്രൂട്ടെ, ഞങ്ങളെ പോലുള്ളവരെ മാനേജ് ചെയ്യാൻ നിപ്പ പിടിച്ച മാനേജ്മെന്റ് മാത്രം പോരാ, മേലാൽ ഇത്തരത്തിലുള്ള പോക്കിരുത്തരന്ന് നിന്നാ. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. എന്നെ അപ്പനെ അപമാനിച്ച നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്റെ അന്ത്യം വരെ നിഴല് പോലെ ഞാനുണ്ടാകും, സൂക്ഷിച്ചു. നമുക്കവനെ തട്ടണം ജോസേട്ടാ. രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. നമുക്ക് ഷക്കീലിനെ വിളിച്ചാലോ? ആരെ? മുംബൈയിൽ നിന്ന് ചോട്ടാ ഷക്കീലിനെ. അയ്യാ, ഒരു ചക്കീല നട റോഡിൽ തന്റെ വണ്ടി വിളിച്ചുകൊണ്ട് പോയപ്പോ ഈ രാഷ്ട്രീയ സ്വാധീനവും ചക്കീലും ഒക്കെ എവിടെയായിരുന്നു? മുക്കാട്ടക്കരത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു. ഏതോ അസംബ്ലി ഉറക്കത്തിന് ഉടനെ പിച്ചും പേയും പറയുന്നല്ലോ, ഓരോന്ന് വിളിച്ചു പറയാനേ ഇത് നിയമസഭയല്ല. അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് കൊട്ടേഷൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാണ്ഡ്യ വിശ്വസിക്കാൻ കൊള്ളുകയുണ്ട്. ജോസേട്ടാ, ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പാണ്ഡ്യനെ അങ്ങനെ തള്ളിക്കളയണ്ട. ചതിയിലൂടെ ആണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങൂ. വക്കീലേ, താനിനി ആ തമിഴന്റെ വീരഗാഥകൾ പാടണ്ട. സകല ചട്ടമ്പിത്തരങ്ങളുടെ ആൾരൂപമായ ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടങ്ങളും കൂടി എന്റെ അപ്പന് ബുദ്ധി ഉപദേശിച്ചത് എന്തുണ്ടായി? നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന് ഡീൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഒരു കിഴവനെയും കിഴവിയെയും ഫ്ലഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന 2 അവിഹിത പെൺസന്താനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവ് തള്ളാൻ ഒരു ചെറു വെള്ളങ്ങൾ അനക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഒന്ന് പൊലമ്പുന്നു. നാണം കെട്ടവന്മാര്. ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല. ശരവണ്ണ എനിക്ക് നേരത്തെ അറിയാം. പണിതവനിട്ട് തിരിച്ചു പണിതേ അവൻ ഉറങ്ങും. കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഒരു 7-ാം കൂലിയെ പേടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മിനിസ്റ്ററുടെ PA തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്ക് കുറെ ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രമോഷനോടുകൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ. എന്റെ ഫ്രണ്ട്സിനിടയിൽ വെച്ചാ അവൻ അപ്പനെ അപമാനിച്ചത്. അതെന്നെ കൊല്ലുന്നതിന് തുല്യവാ. ഒരു വഴിയുണ്ട്. സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ ചെന്ന രവിശങ്കറെ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ട ആക്ട് പ്രകാരം ഒരു കേസ്. പിന്നെ കുറെ കാലത്തേക്ക് അവൻ പുറലോകം കാണില്ല. മല്ലികയകത്താക്കാം.